ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കൂന്തൽ മസാല ഉണ്ടാക്കിയാലോ എന്നാൽ നമുക്ക് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ എടുത്തത് 1/2 കിലോ കൂന്തലാണ്. അത് കഴുകി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ചെറിയതാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ കൂന്തൽ ഇന്ന് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ച് അത് മസാലയാക്കിയിട്ട് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന്. എന്നാൽ നമുക്ക് കൂന്തൽ ക്ലീൻ ചെയ്തിട്ട് വരാം. ഞാൻ എല്ലാ കൂന്തലും കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേവിക്കുകയാണ് വേണ്ടത്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. വേവ് കൂടുതലുള്ള ഒരു ഐറ്റം അല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറും ഉപ്പും ഇട്ട് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാണ് വേണ്ടത്. അതിനായി ഞാൻ ഒരു ഇരുമ്പ് ചീനച്ചട്ടി എടുത്ത് ആ വേവിച്ച കൂന്തൽ ആ വെള്ളത്തോടു കൂടി തന്നെ, വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളത്തോടു കൂടി തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ആ വെള്ളത്തോടെ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം മുഴുവനും വറ്റിയതിന് ശേഷമാണ് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഓയിൽ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ആ വെള്ളം ഒരിക്കലും കളയരുത്. അതിലാണ് നമ്മുടെ കൂന്തലിൻ്റെ ടേസ്റ്റൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അത് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്ത് വേറെ ബൗളിലേക്ക് മാറ്റി വെക്കേണ്ടതാണ്. ബാക്കി മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. അപ്പോൾ കൂന്തൽ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അത് ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല പോലെ തന്നെ ക്രിസ്പി ആവരുത്, പിന്നെ നമുക്ക് ചവക്കാൻ അത് ബുദ്ധിമുട്ടായിരിക്കും. ഏകദേശം ഒരു ഫ്രൈ ആയി കിട്ടിയാൽ മതി. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എനിക്കിത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ തന്നെ നിങ്ങളും ഫ്രൈ ചെയ്തെടുക്കുക. ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഈ ചീനച്ചട്ടിയിൽ തന്നെ അടുത്ത കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ഞാൻ പാത്രം മാറ്റുന്നൊന്നുമില്ല. അപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 5 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു വലിയ ഉള്ളി, 2 പച്ചമുളകും കൂടിയാണ് എടുത്തത്. അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കുക. അത് വഴണ്ടി വരാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ അടച്ച് വെച്ച് വേവിക്കേണ്ടതാണ്. ഇടയ്ക്ക് വെച്ചൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ തന്നെ അടച്ച് വെക്കരുത്. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് അതിൻ്റെ ഒരു എല്ലാം ആയിട്ട് തക്കാളി, ഉള്ളി എല്ലാം ഇല്ലേ, അതൊക്കെ ഒന്ന് വഴണ്ടി വരുന്നത് വരെ അടച്ച് വെക്കണം. നമ്മുടെ തക്കാളി ഉള്ളിയും ഇങ്ങനെയാണ് വഴണ്ടി കിട്ടേണ്ടത്. നല്ല പോലെ ഉടച്ചെടുക്കണ്ട ഉള്ളി. അപ്പോൾ നമുക്ക് അടുത്തത് നമ്മൾ ഫ്രൈ ചെയ്ത കൂന്തൽ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ മിക്സ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടാണിത്. ചോറിന് ഇത് മാത്രം മതി കേട്ടോ. ചോറിന് മാത്രമല്ല, നമുക്ക് എന്തിൻ്റെ കൂടെ ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ കൂന്തലിന് കണവാന്നും പറയാറുണ്ട്. പിന്നെ ഇത് കട്ട് ചെയ്യാനൊക്കെ കുറച്ച് റിസ്ക്കിയാണ്. വലുതാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ചെറുതാകുമ്പോഴാണ് കുറച്ച് കട്ട് ചെയ്യാനൊരു ബുദ്ധിമുട്ട് തോന്നാറ്. അപ്പോൾ നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ട് അതിലിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞ മല്ലിയിലയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് കുരുമുളക് പൊടിയും വേണം. ഒരു ചെറിയ സ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുത്ത് ടോട്ടലി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാല, കുരുമുളക് പൊടി എല്ലാത്തിലും മിക്സ് ആകുന്ന വിധത്തിൽ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമുക്കൊന്ന് ഇത് വിളമ്പിയെടുക്കാം. നിങ്ങൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നാൽ നമുക്ക് വേറൊരു ഡിഷുമായി വേറൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ.